ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം എന്താ വെച്ചാൽ കൊച്ചിക്കോയ കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ ഒരു ഇഷ്ട വിഭവമായ കൊച്ചിക്കോയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാമെന്നറിയില്ല, ഏതായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു വട്ടം തിന്നെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഒടുക്കത്തെ ടേസ്റ്റാണ്, വായിൽ വെള്ളം മൂറുന്ന ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് പൂവമ്പഴം കേട്ടോ. നല്ലോണം പഴുത്ത പൂവമ്പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ പൂവമ്പഴം കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. വേറെ മൈസൂർ പഴം ഒന്നും തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്കും പൂവമ്പഴം തന്നെ കിട്ടുക വെച്ചാൽ ആ പഴം തന്നേക്കും ഒന്നുകൂടി നല്ലത്. അത് തൊലി കളഞ്ഞ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുത്തി എടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ നമുക്ക് കൈ കൊണ്ട് ഉടച്ചൊടച്ച് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒരുപാട് റിസ്ക് ആയിട്ടുള്ള പണിയാണ് കൈ കൊണ്ട് ഉടച്ചെടുക്കുക എന്നുള്ളത്. അപ്പം ഞാനിതാ ഇങ്ങനത്തെ ഒരു കൈപ്പാട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കറിയെല്ലാം ഒടിച്ചെടുക്കുന്ന കടയക്കോലില്ലേ, ഇവിടേക്ക് കടയക്കോലെന്നാണ് പറയൽ, അതുകൊണ്ട് ഒടിച്ചൊടിച്ച് എടുത്തിട്ട് ഒരു വലിയ ഡവറയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പഴം അത്യാവശ്യം നല്ലോണം ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഴമെല്ലാം ഇങ്ങനെ ഒടിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു പരുവത്തിൽ ഒടിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര പറ്റാത്തവരുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പഞ്ചസാര പറ്റുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാര മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പഞ്ചസാരയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ. പഞ്ചസാര അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അത് അലിഞ്ഞ് വരുവോളും നമ്മളിങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ആദ്യമേ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ടല്ല ഇവിടെ കടക്കോല് ഒന്നും കൂടെ എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കടക്കോല് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചത് പഞ്ചസാര ഏകദേശം ഇങ്ങനെ അലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇഞ്ചിയുടെ നീര്, പിന്നെ ചെറുനാരങ്ങ നീരും, പിന്നെ ചെറിയ ഉള്ളിയിലെ ചുമന്നുള്ളി അത് ചെറുതാക്കി അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയിട്ട മിക്സിയിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്താ വെച്ചാൽ പശുവിൻ പാൽ വേണം പശുവിൻ പാൽ എടുക്കുക, അതല്ല തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാലും എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 800 ml പാലോളം ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ. ഇത് ഒരു കറി രൂപത്തിലാണ് കേട്ടോ ലാസ്റ്റേക്ക് വരിക. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരുപാട് അങ്ങ് ലൂസായി പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അത്യാവശ്യം ഒരു മുയിക്കനെ തന്നെ വേണം ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി നീരാണ്. അപ്പം ഇഞ്ചി നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇത്രയും ഒരു ക്വാണ്ടിറ്റിക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല അവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ അവിലും കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാനേ ഉള്ളൂ. പക്ഷേങ്കിൽ ഞാനിത് മൊത്തത്തിൽ ചെറുനാരങ്ങ നീര് പാരുന്നില്ല. ഇത് ഒരുപാടുള്ളത് കൊണ്ട് അല്പം മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറിയിലേക്ക് മാത്രമായിട്ടോ ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നത്. മറ്റ് എന്താ പറയുക, ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒന്നായിട്ട് ചെറുനാരങ്ങ നീര് പാരുമ്പോൾ അല്പസമയം കഴിഞ്ഞാൽ അത് കഴിച്ചു പോകുന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണം. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളതിലേക്ക് മാത്രമായിട്ടോ ഇപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ അല്പം അവിൽ ഞാനൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ കറി കണ്ടില്ലേ, അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ഉള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു ഇത് വെച്ചാൽ ഒത്തിരി അവിലും ഒരുപാട് കറിയും ഒഴിച്ചിട്ട് കൈ കൊണ്ടാണ് ഇത് സാധാരണ തിന്നാറുള്ളത്. അപ്പം ഞാനിവിടെ പിന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ
നല്ലോണം പഴുത്ത പൂവമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഞങ്ങളിവിടെ പഴം കിട്ടുന്ന സമയത്തെല്ലാം ഉണ്ടാക്കാറുണ്ട്. മക്കൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അപ്പം എന്നെ എടുക്കുന്ന പഴം വെച്ചാൽ പിന്നെ കറ കുത്താതെ നല്ലോണം പഴുത്ത പഴമല്ലേ, പഴുത്തിട്ട് തൊലി നല്ലോണം നൈസായി വരുന്ന ആ ഒരു ടൈമിലാട്ടോ ഇതിൻ്റെ കറക്റ്റ് ഇത് പഴത്തിൻ്റെ പഴുപ്പാകുന്നത്. അങ്ങനെ ഇതിൻ്റെ പേര് കൊച്ചിക്കോയ ആണെങ്കിലും ഇത് നമ്മുടെ കോഴിക്കോട്ടുകാരെ ഇഷ്ട വിഭവമാണ് കേട്ടോ. പേരെന്താ അങ്ങനെ വന്നതുള്ള അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഞങ്ങൾ കോഴിക്കോട്ടുകാരെ ഒരു ഇഷ്ട വിഭവത്തിൽപ്പെട്ട ഒന്നാണ് കൊച്ചിക്കോയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.